ഇനി ഡെഫിനിഷൻ ഓഫ് അർബൻ ഏരിയനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. എന്താണ് നഗരപ്രദേശം, അതിന് ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ അർബൻ എന്ന് പറയുന്ന വേർഡ്, അതായത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഏർബ്സ് എന്ന് പറയുന്ന ആ വേർഡിൽ നിന്നാണ് സിറ്റി അല്ലെങ്കിൽ ടൗൺ എന്ന് മീനിങ് ചെയ്യുന്ന അർബൻ എന്ന് പറയുന്ന ഒരു പദം ഉരുത്തിരിഞ്ഞു വരുന്നത്. 17ാമത്തെ നൂറ്റാണ്ട് മുതൽ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു ഏരിയാസ് വെർ നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ആർ പ്രിഡോമിനൻറ്റ്. അതായത് കാർഷികേതര പ്രവർത്തനങ്ങൾ പ്രബലമായിട്ടുള്ള പ്രദേശങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓഫൺ വിത്തിൻ എ മിനിമം പോപ്പുലേഷൻ ത്രഷോൾഡ് ഡിറ്റർമൈൻഡ് ബൈ ഈച്ച് കൺട്രി. അതായത് ഓരോ രാജ്യവും നിശ്ചയിക്കുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യാ പരിധിക്ക് അനുസരിച്ചിട്ടാണ് ഈ പ്രദേശങ്ങളെയൊക്കെ തന്നെ നിർണ്ണയിക്കുന്നത്. നഗരപ്രദേശങ്ങൾ അല്ലെങ്കിൽ പട്ടണങ്ങളെയും നഗരങ്ങളെയും ഒക്കെ തന്നെയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. വലിയ നഗരങ്ങൾക്ക് കൂടുതൽ വൈവിധ്യമാർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കാനും അതുപോലെ തന്നെ കൂടുതലായിട്ട് അവരെ സ്വയം നിയന്ത്രിക്കാനും ഒക്കെ തന്നെ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനും ഒക്കെ തന്നെ കഴിയുന്ന ഒരു പാറ്റേണിലാണിത് പ്രവർത്തിക്കുന്നത്. നഗര ഗ്രാമ വാസസ്ഥലങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ജനസംഖ്യയുടെ വലിപ്പവും ജനസാന്ദ്രതയും, അതായത് പോപ്പുലേഷൻ സൈസും ഡെൻസിറ്റിയും റിലേറ്റ് ചെയ്തിട്ടാണ്. സോ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അർബൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്യുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഏർബ്സിൽ നിന്നാണ്. നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന മിനിമം പോപ്പുലേഷൻ ത്രഷോൾഡുള്ള, അതായത് ഓരോ കൺട്രി ബേസ് ചെയ്തിട്ട് മിനിമം പോപ്പുലേഷൻ ത്രഷോൾഡുള്ള ഭാഗത്തിനെയാണ് നമ്മൾ അർബൻ ഏരിയ എന്ന് പറയുന്നത്. അവിടെ ടൗണും സിറ്റീസുമാണ് എൻകമ്പോസ് ചെയ്തിട്ട് വരുന്നത്. ഇനി അർബൻ ഏരിയനെ ഡിഫൈൻ ചെയ്യുന്നത് ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഇൻഡിപെൻഡൻസ് ഇറ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറ, അതിന് ശേഷമുള്ള കാലഘട്ടം എന്നുള്ള രീതിയിലൊക്കെയാണ് അർബൻ ഏരിയാസിനെ ഇന്ത്യയിൽ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീ ഇൻഡിപെൻഡൻസ് ഇറയാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യയിലെ നഗരപ്രദേശങ്ങളെയൊക്കെ തന്നെ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ പോപ്പുലേഷൻ, അതായത് പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. അതായത് പോപ്പുലേഷൻ ഫാക്ടേഴ്സ് ലൈക്ക് അതിൻ്റെ സൈസ്, ഡെൻസിറ്റി ആൻഡ് പെർസെൻറ്റേജ് ഓഫ് മെൻ വർക്കിംഗ് ഇൻ നോൺ ഫാമിംഗ് ജോബ്സ്. അതായത് ജനസംഖ്യ, അവിടുത്തെ ജനസാന്ദ്രത, പിന്നീട് നോൺ അഗ്രികൾച്ചറൽ അതായത് കാർഷികേതര ജോലിയിൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാരുടെ ശതമാനം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യയിലെ നഗരപ്രദേശങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ നിർവചിക്കുന്നത്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഏത് വലിപ്പവും, അതായത് നഗരപരിധിക്ക് പുറത്തുള്ള പ്രദേശങ്ങളും തുടർച്ചയായിട്ടുള്ള വീടുകളിൽ 5000 ആളുകളുള്ള സ്ഥലങ്ങൾ വരെ ഉൾപ്പെടുന്നു. അതായത് ഇപ്പോൾ സൈസ് ഓഫ് മുനിസിപ്പാലിറ്റി എന്നുള്ളൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സിറ്റി ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ തുടർച്ചയായിട്ടുള്ള വീടുകളിൽ 5000 ആളുകളുള്ള സ്ഥലം, അതിനെയാണ് മുനിസിപ്പാലിറ്റി എന്ന് പറയുക. അതുപോലെ തന്നെ ഒരു സ്ഥലം നഗരമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, അപ്പോൾ ഒരു അതോറിറ്റി ഡിക്ലെയർ എ പ്ലേസ് ആസ് അർബൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഖ്യാപിക്കാനുള്ള അധികാരം 1951 വരെ പ്രാദേശിക സെൻസസ് ഉദ്യോഗസ്ഥർക്കായിരുന്നു. അതായത് ലോക്കൽ സെൻസസ് ഒഫീഷ്യൽസിനായിരുന്നു 1951 വരെ ഒരു പ്ലേസിനെ അർബനായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ജനസംഖ്യ പരിഗണിക്കാതെ മതപരമായിട്ടുള്ള, അതായത് റിലീജിയസ് ടൗൺസ്, ടൂറിസ്റ്റ് സ്പോട്ടുകൾ, മിലിറ്ററി ഏരിയാസ്, സ്ട്രാറ്റജിക് പ്ലേസുകൾ, ഇതൊക്കെ തന്നെ ഈ ജനസംഖ്യ പരിഗണിക്കാതെ ആയിട്ട് മാറി നിൽക്കുന്ന പട്ടണങ്ങളാണ്. അതുപോലെ തന്നെ ഈ നിയമങ്ങൾ കൂടുതലും ജനസംഖ്യയുടെ വലിപ്പം നോക്കുകയും പ്രദേശത്തിൻ്റെ വലിപ്പവും സാമ്പത്തിക പ്രവർത്തനങ്ങളും പോലുള്ള കാര്യങ്ങളും പരിഗണിക്കാതെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ളൊരു കാലഘട്ടത്തിൽ പറയുമ്പോൾ പോപ്പുലേഷൻ സൈസിനെ മാത്രം നോക്കിക്കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അർബൻ ഏരിയയെ ഡിസൈഡ് ചെയ്യുന്നത്. അവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് എക്കണോമിക് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ മറ്റ് ഒരു പ്രദേശത്തിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ അവിടെ ടോട്ടലായിട്ടുള്ള ഒരു ഏരിയയുടെ സൈസോ ഒന്നും തന്നെ നോക്കാതെയാണ് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നഗരപ്രദേശങ്ങളെ നിർവചിച്ചിരുന്നത്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറയാണ്. അതായത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം എന്ന് പറയാം. അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ ഇന്ത്യ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്ത്യ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അർബൻ ഏരിയനെ ഡിഫൈൻ ചെയ്യുന്നതിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. 1961 അതുപോലെ 1981 ഒക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ജനസംഖ്യയുടെ വലിപ്പം, കാർഷികേതര മേഖലകളിലെ ജോലികൾ,
ഓരോ ചതുരശ്ര മീറ്ററിലും, അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് സ്ക്വയർ കിലോമീറ്ററിലും എത്ര പേർ താമസിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് പുതിയ ടൈപ്പ് ഓഫ് അതായത് എങ്ങനെ അർബൻ ഏരിയനെ ഡിഫൈൻ ചെയ്യണമെന്നുള്ള നിയമങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ മാറ്റങ്ങളൊക്കെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധ ചെലുത്തുകയും ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ ആദ്യമായിട്ട് വ്യത്യാസമുണ്ടാക്കുന്നതും ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലാണ്. ബട്ട് there were issues like small towns getting city status and some rural areas seeming urban because of high density. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിലെ പോപ്പുലേഷൻ, കാർഷികേതര മേഖലകളിലെ ജോലി, അതുപോലെ ഓരോ സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം വെച്ചിട്ടാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പട്ടണങ്ങൾക്ക് നഗരപദവി ലഭിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങളും ഉയർന്ന ജനസാന്ദ്രത, അതായത് ഹൈ ഡെൻസിറ്റി ഉള്ള പ്രദേശങ്ങൾ, അതായത് ഹൈ ഡെൻസിറ്റി കാരണം ചില ഗ്രാമപ്രദേശങ്ങളൊക്കെ നഗരപ്രദേശങ്ങളാണെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് 1981 വ്യവസായിക മേഖലകളോ വൻകിട ഹൗസിംഗ് കോളനികളോ ഉള്ള സ്ഥലങ്ങൾ നഗരമായിട്ട് കണക്കാക്കാൻ അനുവദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടു കൂടി ഈ ഒരു കാര്യം കൊണ്ടുവരുന്നത്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, they added flexibility, allowing places with industrial areas or big housing colonies to count as urban, decided with the help from state governments. അതുപോലെ തന്നെ എന്നിരുന്നാലും however there was a criticism for leaving out certain jobs, അതായത് ചില ജോലികൾ ഉപേക്ഷിച്ചതിന് വിമർശനം ഉണ്ടായിരുന്നത്. നഗരപ്രദേശങ്ങളെ രണ്ട് പ്രധാന തരങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അതായത് പ്രാദേശിക ഗവൺമെൻറ്റുകൾ നടത്തുന്ന നിയമപരമായിട്ടുള്ള പട്ടണങ്ങളുള്ളതും ഗ്രാമ കൗൺസിലുകൾ നടത്തുന്ന സെൻസസ് ടൗണുകളും എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണമായിട്ട് ഈ അർബൻ ഏരിയനെ തന്നെ ഡിവൈഡ് ചെയ്തു. അതായത് സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് റൺ ബൈ ലോക്കൽ ഗവൺമെൻറ്റ്സും സെൻസസ് ടൗൺ റൺ ബൈ വില്ലേജ് കൗൺസിൽസ് എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണമായിട്ട് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം അതിനെ മാറ്റി. 1961 സെൻസസ് കമ്മീഷണറായിട്ട് സർവീസിലുണ്ടായിരുന്ന അശോക് മിത്ര 1961 ഒരു സെൻസസ് സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അതായത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നഗരപ്രദേശങ്ങളുടെ നിർവചനത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. സെൻസസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് സെൻസസ് നഗരവാസ സ്ഥലങ്ങളെ തരംതിരിക്കുന്നതിന് കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നു. അതായത് ജനസംഖ്യയുടെ വലുപ്പം 5000 ആളുകളിൽ കൂടുതലാവുകയും ജോലി ചെയ്യുന്ന ജനസംഖ്യയുടെ 75% ഇതര ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. അതായത് കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യയുടെ 75% കുറിച്ചിട്ടും ജനസാന്ദ്രത ഒരു ചതുരശ്ര കിലോമീറ്ററിന്, അതായത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 400 ആളുകളിൽ കൂടുതലാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് നമ്മുടെ അശോക് മിത്ര പറയുന്നതിനനുസരിച്ചിട്ട് എന്താണ് അർബൻ ഏരിയ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ തന്നെ അന്ന് ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ഒരുപാട് ഡെമോഗ്രാഫിക് ആൻഡ് ഇക്കണോമിക് ലാൻഡ്സ്കേപ്പിന് അത് റിഫ്ലക്റ്റ് ചെയ്തു എന്ന് വേണം നമുക്ക് പറയാം. ഇത് ഓരോ സെൻസസ് റിപ്പോർട്ടിലും അവിടുത്തെ ഒരു ഡെഫിനിഷൻ ക്രൈറ്റീരിയ ഫോർ അർബൻ ഏരിയ എന്നാണ് നമ്മൾ പറയുന്നത്. ബിഫോർ 1951 നമ്മൾ പറഞ്ഞ പോലെ എവറി മുനിസിപ്പാലിറ്റി ഓഫ് വാട്ട് എവർ സൈസ്, അതായത് ഓൾ സിവിൽ ലൈൻസ്, അതായത് വിത്തിൻ മുനിസിപ്പൽ ലിമിറ്റ്സിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പെർമനൻറ്റ് ഹാബിറ്റൻസ് എന്തുണ്ടാവണം, അവിടെ കണ്ടിന്യൂസ് കളക്ഷൻ ഓഫ് ഹൗസസ് ആർ നോട്ട് ലെസ് ദാൻ 5000 പേഴ്സൺ. അതുപോലെ തന്നെ ഒരു സെറ്റിൽമെൻറ്റ് ഡിക്ലെയർഡ് ബൈ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് സെൻസസ് സൂപ്രണ്ട്, അതായത് സ്റ്റേറ്റ് സെൻസസ് സൂപ്രണ്ടിൻ്റെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു സെറ്റിൽമെൻ്റ് ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത് 5000 ആൾക്കാർ. അങ്ങനെയാണ് അവിടെ 1951 പറഞ്ഞിട്ടുള്ളൂ. 1961 ആകുമ്പോഴേക്കും അർബൻ ലോക്കൽ ബോഡീസ്, അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി ആൻഡ് സോ ഓൺ എന്നുള്ള രീതിയിൽ എല്ലാ തരത്തിലുള്ള പ്ലേസസും ഇതിനകത്തേക്ക് വരുന്നു, അർബൻ ഏരിയയിലേക്ക് വരുന്നു. നോട്ട് ലെസ് ദാൻ 5000 പോപ്പുലേഷൻ. ഇവിടെ മറ്റേതിൽ ലെസ് ദാൻ 5000 പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ട് ലെസ് ദാൻ 5000 പോപ്പുലേഷൻ ആണ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 400 പേഴ്സൺ പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഓരോ ഇത് കഴിയുമ്പോഴും 2021 വരെയുള്ള രീതിയിലാണ് പറയണത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. അടുത്തത് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് ആൻഡ് സെൻസസ് ടൗൺസ് എന്നാണ് പറയണത്. അതായത് സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമാനുസൃത പട്ടണങ്ങളും സെൻസസ് പട്ടണങ്ങളും എന്നാണ് പറയുന്നത്. അതായത് സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് എന്ന് പറയുന്നത് ഈ മുനിസിപ്പൽ കോർപ്പറേഷൻസ്, മുനിസിപ്പൽ കമ്മിറ്റികൾ, മുനിസിപ്പാലിറ്റികൾ എന്നിവ ഉൾപ്പെടെയൊക്കെ തന്നെ
ലോ അംഗീകരിച്ചിട്ടുള്ള നഗരപ്രദേശങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് എന്ന് പറയുന്നത്. അവിടെ ജനസംഖ്യയുടെ വലുപ്പം, അതായത് സെൻസസ് ടൗൺസ് ആർ വില്ലേജസ് വിത്ത് അർബൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഏതൊക്കെയാണ് അതിൽ മീറ്റിംഗ് specific criteria such as population size, workforce, engagement in non-agricultural activities and population density. അതായത് ഈ ജനസംഖ്യാ വലുപ്പം, കാർഷികേതര പ്രവർത്തനങ്ങളിലെ തൊഴിലാളികളുടെ ഇടപെടൽ, ജനസാന്ദ്രത തുടങ്ങി ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്ന നഗര സ്വഭാവമുള്ള ഗ്രാമങ്ങളാണ് സെൻസസ് ടൗണുകൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ എക്കണോമിക് എൻഗേജ്മെൻറ്റ്, അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സെൻസസ് നഗരങ്ങൾക്ക് അവിടെ പുരുഷ തൊഴിലാളികൾ കുറഞ്ഞത് 75% നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിൽ ഏർപ്പെടേണ്ടതുണ്ട്. ഇത് സാമ്പത്തിക വൈവിധ്യത്തെയും നഗരവൽക്കരണത്തെയും, അതായത് ഇൻഡിക്കേറ്റിംഗ് എക്കണോമിക് ഡൈവേഴ്സിറ്റി ആൻഡ് അർബനൈസേഷനിലേക്ക് നടക്കുന്നു. ഇത് കൃഷിയിൽ നിന്ന് വ്യാവസായിക അല്ലെങ്കിൽ സേവന അധിഷ്ഠിത തൊഴിലുകളിലേക്കുള്ള മാറ്റത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇത് നഗരവികസനത്തിന് സംഭാവന നൽകുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നഗര സ്വഭാവമുള്ള ഗ്രാമങ്ങളാണ് സെൻസസ് ടൗണുകൾ എന്ന് പറയുമ്പോൾ, ഇവിടെ അഗ്രികൾച്ചറിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർവീസ് ബേസ്ഡ് ഒക്യുപ്പേഷനിലേക്ക് അവരുള്ള ഒരു ചേഞ്ചസും അവരുടെ കോൺട്രിബ്യൂഷനും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എമ്യൂണിറ്റീസിനെ കുറിച്ചിട്ട്, അതായത് അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിയമാനുസൃത പട്ടണങ്ങളോട്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ടൗൺസിനോട് ചേർന്നുള്ള ഗ്രാമങ്ങൾ പോലെ നഗര വളർച്ചയ്ക്ക് റോഡുകൾ, വൈദ്യുതി, ജലവിതരണം, ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ എന്നിവ പോലുള്ള നഗരത്തിൻ്റെ സവിശേഷതകളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ സൗകര്യങ്ങളൊക്കെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ഒരാളുടെ ജീവിത നിലവാരം ഇൻക്രീസ് ചെയ്യും. അതായത് ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു, ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് ഉണ്ടാവുന്നു, ഒരു അർബനൈസേഷൻ ഇൻക്രീസ് ചെയ്യും, എക്കണോമിക് ആക്ടിവിറ്റി ഒക്കെ തന്നെ മാറുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് റെസിഡൻസിനെ ഇതിലേക്ക് ആകർഷിക്കുന്നുമുണ്ട്. ലീഗലായിട്ടുള്ള റെക്കഗ്നിഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് ലീഗൽ റെക്കഗ്നിഷൻ കിട്ടിയതാണ്. ഒരു വേരിയസ് ആയിട്ടുള്ള അർബൻ ഗവേണൻസ് ബോഡീസ്, അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻസിനോ മുനിസിപ്പൽ കമ്മിറ്റീസിനോ ഒക്കെ തന്നെ ലീഗൽ റെക്കഗ്നിഷൻ കിട്ടിയിട്ടുള്ള ടൗൺസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് എന്ന് പറയുന്നത്. ഈ ഒരു ലീഗൽ സ്റ്റാറ്റസ് ആണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് അർബൻ പ്ലാനിങ്, അഡ്മിനിസ്ട്രേഷൻ, പ്രൊവിഷൻ ഓഫ് എസെൻഷ്യൽ സർവീസസ്, പ്രൊമോട്ടിംഗ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നിവയൊക്കെ. അടുത്തത് അർബൻ എക്സ്പാൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നഗര വിപുലീകരണമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസസ് ടൗൺസ് ആൻഡ് അർബൻ ഔട്ട്ഗ്രോത്ത് റിഫ്ലക്ട്സ് ദ എക്സ്പാൻഷൻ ഓഫ് അർബൻ ഏരിയാസ് ബിയോണ്ട് ട്രഡീഷണൽ സിറ്റി ലിമിറ്റ്സ്. അതായത് ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ടൗൺസിൻ്റെയും സെൻസസ് ടൗണുകളുടെയൊക്കെ തന്നെ വളർച്ച അല്ലെങ്കിൽ ഇവയുടെയൊക്കെ തന്നെ വർഗീകരണം ട്രഡീഷണൽ ആയിട്ട് നിൽക്കുന്ന ഒരു ടൗണിൽ നിന്ന് പരിധിക്ക് പുറത്തു പോവുകയും ആ നഗരപ്രദേശങ്ങളുടെയൊക്കെ തന്നെ വികാസത്തെ, ഡെവലപ്മെൻറ്റിനെ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ ഒരുപാട് സാമ്പത്തിക അവസരങ്ങൾ, അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങളുടെ വികസനം, അല്ലെങ്കിൽ ജനസംഖ്യ റിലേറ്റ് ചെയ്തിട്ട്, അതായത് ഡെമോഗ്രാഫിക് ഷിഫ്റ്റുകൾ, നമ്മൾ പറഞ്ഞ പോലെ അർബനൈസേഷൻ, എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ വ്യത്യാസം ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുന്നു. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ടൗൺ അല്ലെങ്കിൽ സെൻസസ് ടൗൺ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് അവിടുത്തെ അർബൻ എക്സ്പാൻഷൻ എങ്ങനെയാണ്, ലീഗൽ റെക്കഗ്നിഷൻ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുക. ഇനി നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഒരു അർബൻ ഏരിയനെ ഡിഫൈൻ ചെയ്യുന്നതിൽ ഇൻ്റർനാഷണൽ കോണ്ടെക്സ്റ്റ് ഉണ്ടാവുന്നത് എന്നാണ്. അതായത് 20,000-ലധികം ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളെയൊക്കെ തന്നെ നഗരപ്രദേശങ്ങളായിട്ട് കണക്കാക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ചിട്ടുള്ളത്. യുണൈറ്റഡ് നേഷൻസ് 20,000 പീപ്പിൾ ലീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി അത്രയും ആൾക്കാർ ലീവ് ചെയ്യുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അർബൻ ഏരിയ ആയിട്ട് പറയണമെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്നിരുന്നാലും പല രാജ്യങ്ങളിലും നഗരപ്രദേശങ്ങൾ നിർവചിക്കുന്നതിന് അവരുടേതായിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും, അവരുടേതായിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ടാവും. അതൊക്കെ തന്നെ ഒരു അർബൻ ഏരിയനെ അനലൈസ് ചെയ്യുന്നതിലും റിപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ തന്നെ പലതരത്തിലുള്ള രീതിയിൽ വ്യത്യാസങ്ങൾ, വേരിയേഷൻസ് ഉണ്ടാക്കുന്നു. ഈ ഒരു നിർവചനങ്ങൾ, അതായത് പല രീതിയിലാണല്ലോ പല രാജ്യങ്ങളും നിർവചിക്കുന്നത്, ഇതിലുള്ള വ്യത്യാസം രാജ്യങ്ങളിലും പ്രദേശങ്ങളിലുടനീളമുള്ള ആ ഒരു അർബനൈസേഷൻ്റെ നിലവാരങ്ങളെ കൃത്യമായിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചലഞ്ചായിട്ട് മാറുന്നു. അതായത് ഇന്ത്യയിൽ ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അർബൻ ഏരിയനെ ഡിഫൈൻ ചെയ്യുന്നത്
ഇത്ര ആൾക്കാരുണ്ടാവണം, ഇത്ര ഡെൻസിറ്റി ആയിരിക്കും, ഇത്ര ആൾക്കാർ ഇന്ന രീതിയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും. പക്ഷേ മറ്റൊരു രാജ്യത്തിനെ സംബന്ധിച്ച് മറ്റൊരു രാജ്യം വേറെ രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് രണ്ട് ഏരിയാസ് അല്ലെങ്കിൽ നമ്മുടെ ഈ രണ്ട് കൺട്രീസ് തമ്മിൽ അർബൻ ഏരിയ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം മാനദണ്ഡങ്ങളൊക്കെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരുടെ നിലവാരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കാനോ ഒന്നും നമുക്ക് അതിന് എല്ലാത്തിനും ഒരു ചലഞ്ചിങ് ആയിട്ട് മാറുന്നു. അതുപോലെ റാപ്പിഡ് അർബനൈസേഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ദക്ഷിണേഷ്യ പോലുള്ള ഭയങ്കര വികസ്വരമായിട്ടുള്ള രാജ്യങ്ങൾ, അതായത് ഡെവലപ്പിംഗ് റീജിയൻസിൽ ഒക്കെ തന്നെ നഗരങ്ങളെല്ലാം പെട്ടെന്ന് വളരുകയും പുതിയ നഗരപ്രദേശങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നതിനാൽ ഈ ഒരു കാര്യം കുറച്ചുകൂടി സങ്കീർണമായിട്ട് മാറുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ as a result, establishing a consistent and universally applicable definition of urban areas become increasingly complex in the face of diverse global urbanization trends. വൈവിധ്യമാർന്നിട്ടുള്ള ആഗോളവൽക്കരണ പ്രവണതകളൊക്കെ തന്നെ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ നഗരപ്രദേശങ്ങളുടെ സ്ഥിരവും അതുപോലെ തന്നെ സാർവത്രികവുമായിട്ടുള്ള അല്ലെങ്കിൽ മൊത്തത്തിൽ ബാധകമാവുന്ന ഒരു നിർവചനം സ്ഥാപിക്കുന്നതിൽ കുറച്ച് കൂടുതൽ സങ്കീർണമാവുമെന്നാണ് പറയുന്നത്. അതായത് പലതരത്തിലാണ് പല രാജ്യങ്ങളും അതെല്ലാം നിർവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യാനൊന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നിർവചിക്കുക എന്ന് പറയുന്നതും ഇവിടെ എന്താണ് ഇഷ്യൂ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അന്താരാഷ്ട്ര സന്ദർഭം എന്ന് പറയുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കോസസ് ഓഫ് അർബനൈസേഷൻ? ഈ അർബനൈസേഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ, എങ്ങനെയാണ് ഒരു സിറ്റി ആയിട്ട് അത് ഫോം ചെയ്ത് വരുന്നത് എന്നുള്ള അതിൻ്റെയൊക്കെ തന്നെ കാരണങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. അതായത് വ്യവസായികവൽക്കരണം എന്ന് പറയാം. അതായത് the shift from agriculture to non-agricultural economies driven by the industrial revolution creates employment opportunities in urban areas, attracting rural residents seeking better prospects. അതായത് നമ്മൾ പറഞ്ഞ പോലെ കാർഷിക മേഖലയിൽ നിന്ന് കാർഷികേതര, അതായത് നോൺ അഗ്രികൾച്ചർ ആയിട്ടുള്ള ഒരു എക്കോണമിയിലേക്കുള്ളൊരു മാറ്റം നഗരപ്രദേശങ്ങളിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. മികച്ച സാധ്യതകൾ അല്ലെങ്കിൽ മാക്സിമം നല്ല രീതിയിലുള്ള എക്സ്പോഷർ ലഭിക്കുകയും ഗ്രാമീണരെ ഇതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു എന്നതാണ് ആദ്യത്തെ നഗരവൽക്കരണത്തിൻ്റെ കാരണം. അതായത് കോസസ് ഓഫ് അർബനൈസേഷനിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. രണ്ടാമത്തേത് എക്സിസ്റ്റൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് അവസരങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയാം. അതായത് അർബൻ ഏരിയാസ് ഓഫർ എ വൈഡ് റേഞ്ച് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഹയർ വേജസ് ആൻഡ് ആക്സസ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മേക്കിംഗ് ദം അട്രാക്റ്റീവ് ടു ഇൻഡിവിജ്വൽ സീക്കിംഗ് കരിയർ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. നഗരപ്രദേശങ്ങൾ വളരെ വിശാലമായിട്ടുള്ള തൊഴിലവസരങ്ങൾ കൊടുക്കുന്നു, ഉയർന്ന വേതനം നൽകുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം എന്നിവയെല്ലാം വാഗ്ദാനം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ തൊഴിലിൻ്റെ ഒരു പുരോഗതിയും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സ്കില്ലിൽ ഉണ്ടാവുന്ന ഡെവലപ്മെൻറ്റും ഇൻഡിവിജ്വലിൻ്റെ ഒരു കരിയറിൽ ഉണ്ടാവുന്ന ഒരു മുന്നേറ്റവും ഒക്കെ തന്നെ ഓരോ ഇൻഡിവിജ്വലിനെയും ഈ ഒരു അർബൻ ഏരിയയിലേക്കും അവിടുത്തെ ജോലികളിലേക്കും ആകർഷിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോസസ് ഓഫ് അർബനൈസേഷനിൽ എക്സിസ്റ്റൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. തേർഡ് വൺ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലൈസേഷൻ ആണ്. അതായത് വാണിജ്യവൽക്കരണം എന്നാണ് പറയുന്നത്. നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ മാർക്കറ്റിൻ്റെയും അല്ലെങ്കിൽ അവരുടെ വ്യാപാരത്തിൻ്റെയും ഒക്കെ തന്നെ വളർച്ച കൂടി വരികയാണ്. ഈ വളർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് അവിടുത്തെ വിനിമയ രീതികൾ ഉണ്ടാകും. അതായത് മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എക്സ്ചേഞ്ച് മെത്തേഡ്സിൻ്റെ ഒക്കെ തന്നെ ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഗ്രാമീണ മേഖലകളെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി, അതായത് കമ്പയർ ടു റൂറൽ ഏരിയാസിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫറിങ് ബെറ്റർ കൊമേഴ്ഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിട്ടേൺസ് എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. അതായത് ഗ്രാമീണ മേഖലകളെയൊക്കെ അപേക്ഷിച്ചിട്ട് മികച്ച വാണിജ്യമായിട്ടുള്ള അവസരങ്ങളും വരുമാനവും ഒക്കെ തന്നെ നമ്മുടെ ഈ അർബൻ ഏരിയ ആണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം, അതായത് ദിസ് ഡ്രോസ് പീപ്പിൾ ടുവേർഡ്സ് അർബൻ സെൻറ്റേഴ്സ് ഇൻ സെർച്ച് ഓഫ് എക്കണോമിക് പ്രോസ്പെറിറ്റി. ഒരു എക്കണോമിക് പ്രോസ്പെറിറ്റിക്ക് വേണ്ടി, അതായത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ആളുകളൊക്കെ നഗര കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തേർഡ് വൺ കോസ് ഓഫ് അർബനൈസേഷനിൽ തേർഡ് വൺ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലൈസേഷൻ ആണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് സോഷ്യൽ ബെനഫിറ്റ്സ് ആൻഡ് സർവീസസ് ആണ്. അതായത് സാമൂഹിക ആനുകൂല്യങ്ങളും സേവനങ്ങളും എന്നാണ് പറയുന്നത്.
അതായത് സിറ്റീസ്, ടൗൺസ് ഇതൊക്കെ തന്നെ ഓഫേഴ്സ് വേരിയസ് സോഷ്യൽ ബെനഫിറ്റ്സ് ലൈക്ക് ബെറ്റർ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, സാനിറ്റേഷൻസ്, ഹെൽത്ത് കെയർ, ഹൗസിംഗ്, റിക്രിയേഷൻ ആൻഡ് സോഷ്യൽ ലൈഫ്. അതായത് ഈ നഗരങ്ങളും പട്ടണങ്ങളും ഒക്കെ തന്നെ മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ശുചിത്വം, ആരോഗ്യ സംരക്ഷണം, പാർപ്പിടം, വിനോദം, നല്ല രീതിയിലുള്ള സാമൂഹിക ജീവിതം ഒക്കെ തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഈ സാമൂഹിക ആനുകൂല്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമീണ ക്രമീകരണങ്ങളിൽ ലഭ്യമല്ലാത്ത പല സർവീസസും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഒക്കെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ഗ്രാമീണ മേഖലകളിൽ നിന്നും ഈ അർബൻ ഏരിയയിലേക്ക് ഈ സൗകര്യങ്ങൾ നോക്കി അവരെ ആകർഷിക്കുന്നു, അവർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് സോഷ്യൽ ബെനഫിറ്റ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അർബനൈസേഷൻ്റെ കോസസിലെ 4th വൺ എന്ന് പറയുന്നത് സോഷ്യൽ ബെനഫിറ്റ്സ് ആൻഡ് സർവീസസ് ആണ്. ഇനി അടുത്തത് തൊഴിലവസരങ്ങൾ. 5th വൺ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്കറിയാം, അതായത് അർബൻ ഏരിയസിൽ ഒരു പ്രൊവൈഡ് അബണ്ടൻറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യും അക്രോസ് സെക്ടേഴ്സ് സച്ച് എസ് പബ്ലിക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, സ്പോർട്സ്, ഇൻഡസ്ട്രീസ്, ബിസിനസ്, അങ്ങനെ അതായത് എല്ലാ രംഗങ്ങളിലും സമൃദ്ധമായിട്ടുള്ള തൊഴിലവസരങ്ങളാണ് നമ്മുടെ അർബൻ ഏരിയയിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ആളുകളൊക്കെ ഇങ്ങോട്ട് മാറുന്നു. അതായത് നല്ല ശമ്പളമുള്ള ജോലികളുടെ ലഭ്യത ഈ ഉപജീവന മാർഗമൊക്കെ മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് ഗ്രാമങ്ങളിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് ഇവരുടെ ഒരു കുടിയേറ്റത്തെയാണ് പറയുന്നത്. അപ്പോൾ 5th വൺ എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. 6th വൺ എന്ന് പറയുന്നത് മോഡേണൈസേഷൻ ആൻഡ് ചേഞ്ചസ് ഇൻ ദ മോഡ് ഓഫ് ലിവിങ്. അതായത് ആധുനികവൽക്കരണവും ജീവിത രീതിയിലെ മാറ്റങ്ങളും. Urbanization is driven by modernization characterized by technological advancement, sophisticated infrastructure, medical facilities, and the social amenities. People are drawn to cities as they perceive urban areas offer a happier and a more progressive lifestyle. അതായത് സാങ്കേതികമായിട്ടുള്ള പുരോഗതി, അത്യാധുനികമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, സാമൂഹികമായിട്ടുള്ള സൗകര്യങ്ങൾ ഇവയൊക്കെ തന്നെ ആധുനികവൽക്കരണത്താൽ നഗരവൽക്കരണം നയിക്കപ്പെടുന്നു. നഗരത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും നഗരപ്രദേശങ്ങൾ കുറച്ചുകൂടി സന്തോഷകരവും പുരോഗമനപരമായിട്ടുള്ള ജീവിതശൈലി വാഗ്ദാനം ചെയ്യും. നമ്മളിവിടെ ശ്രദ്ധിക്കണം, ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നഗരജീവിതം അല്ലെങ്കിൽ താമസശീലങ്ങൾ, മനോഭാവം, വസ്ത്രധാരണം, ഭക്ഷണത്തിനുണ്ടാവുന്ന മുൻഗണനകൾ, വിശ്വാസങ്ങൾ ഇവയുള്ള എല്ലാ മാറ്റങ്ങളെ എന്താണ് അർബൻ ഏരിയാസ് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊക്കെ തന്നെ അർബൻ ഏരിയയിലേക്കുള്ള കുടിയേറ്റത്തിന് കാരണമാവുന്നു. ഇനി ഇക്കണോമിക് പ്രോബ്ലംസ് ആണ്, അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് പ്രോംപ്റ്റ് many individuals to migrate to economically vibrant urban cities in search of better livelihoods and prospects for economic advancement. അതായത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഗ്രാമീണ മേഖലകളിൽ കൂടുതലായതുകൊണ്ട് തന്നെ, അതായത് പരിമിതമായിട്ടുള്ള അവസരങ്ങളായിരിക്കാം, അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട ഉപജീവന മാർഗങ്ങളും സാമ്പത്തിക പുരോഗതിക്കുള്ള സാധ്യതകളൊക്കെ തേടിയിട്ട് എന്താണ് ഇത്തരം അതായത് ഭയങ്കര എക്കണോമിക്കലി വൈബ്രൻ്റ് ആയിട്ടുള്ള അർബൻ ഏരിയാസിലേക്ക് ആളുകളൊക്കെ കുടിയേറുന്നു. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് എക്കണോമിക് പ്രോബ്ലംസ് ആണ്. അടുത്തത് പൊളിറ്റിക്കൽ ടേർമോയിൽ, അതായത് രാഷ്ട്രീയ പ്രക്ഷുബ്ധത എന്ന് പറയും, അല്ലെങ്കിൽ കലഹം എന്നൊക്കെ പറയാം. അതായത് പൊളിറ്റിക്കൽ മേഖലയിലുള്ള ടേർമോയിൽ എന്ന് പറയുന്നത് കലഹം, അതായത് കോൺഫ്ലിക്റ്റ്. Civil unrest and political instability in developing regions compel people to seek refuge in safer urban environments away from the dangerous and uncertainties prevalent in rural areas affected by political turmoil. അതായത് പലതരത്തിലുള്ള സംഘർഷങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരത ഇതൊക്കെ തന്നെ അങ്ങനെയൊക്കെ ബാധിച്ചു നിൽക്കുന്ന ഈ ഗ്രാമീണ മേഖലകളിൽ നിന്ന്, അവിടെ നിന്ന് ഉണ്ടാവുന്ന ആ അപകടങ്ങളിൽ നിന്നൊക്കെ തന്നെ, അല്ലെങ്കിൽ ആ അനിശ്ചിതത്വത്തിൽ നിന്നൊക്കെ തന്നെ മാറി കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള നഗരപരിസ്ഥിതികളിലൊക്കെ തന്നെയാണ് ആളുകൾ അഭയം പ്രാപിക്കുന്നത്. അതുപോലെ പുവർ കണ്ടീഷൻസ് ഇൻ റൂറൽ ഏരിയയിൽ, അതായത് ഗ്രാമീണ മേഖലകളിലെ മോശം അവസ്ഥകൾ, അതായത് ജീവിത സാഹചര്യങ്ങളാവട്ടെ അല്ലെങ്കിൽ പരിമിതമായിട്ടുള്ള തൊഴിലവസരങ്ങൾ ഇതൊക്കെ തന്നെ അവരെ നഗരപ്രദേശങ്ങളിൽ മാറ്റിപ്പാർപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, മൊത്തത്തിൽ ഉണ്ടാവുന്ന ഒരു ജീവിത നിലവാരത്തിന് വേണ്ടി, അതായത് ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടിയിട്ടാണ് മികച്ച സാധ്യതകൾ തേടിയിട്ട് അല്ലെങ്കിൽ ബെറ്റർ പ്രോസ്പെക്ട്സ് ഫോർ എംപ്ലോയ്മെൻറ്റ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് പീപ്പിൾ ടു റീലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് വേണം പറയാൻ. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മോഡൽസ് ഓഫ് അർബൻ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലാനിംഗ് ആണ്. അർബൻ ഡെവലപ്മെൻറ്റിനും പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള മോഡൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ തിയറീസ് ഓഫ് അർബൻ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലാനിംഗ് ഹാവ് എവോൾവ്ഡ് ഓവർ ടൈം. അതായത്
പലതരത്തിലുള്ള തിയറീസ് കാര്യങ്ങളൊക്കെ തന്നെ ഈ അർബൻ ഡെവലപ്മെൻറ്റിനും പ്ലാനിങ്ങിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവോൾവ് ചെയ്യുന്നത് പല ടൈമിലൂടെയാണ്. വിത്ത് ക്ലാസിക്കൽ തിയറീസ് ഹാവിങ് ബീൻ ഫോളോഡ് ബൈ മോഡേൺ തിയറീസ്. അതായത് ക്ലാസിക്കൽ തിയറീസിന് സ്റ്റാർട്ട് ചെയ്തിട്ട് മോഡേൺ തിയറീസ് വരെ എത്തുന്നു. ഇതിൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ ട്രഡീഷണൽ തിയറീസ്, ദ ക്ലാസിക്കൽ തിയറീസ് ഓഫ് അർബൻ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡ് ഒരു 6 എണ്ണമാണ് പറയുന്നത്. വോൺ ന്യൂമാൻ മോഡൽ, കോൺസെൻട്രിക് സോൺ തിയറി, വെഡ്ജ് ഓർ റാഡിക്കൽ സെക്ടർ തിയറി, മൾട്ടിപ്പിൾ ന്യൂക്ലിയർ തിയറി, സെൻട്രൽ പ്ലേസ് തിയറി, വെബേഴ്സ് തിയറി ഓഫ് ലൊക്കേഷൻ. ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് വോൺ ന്യൂമാൻ മോഡലിനെ കുറിച്ചിട്ടാണ്. സോ ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഫാർമറും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ജോഹാൻ ഹെൻറിച്ച് വോൺ ന്യൂമാൻ വികസിപ്പിച്ചെടുത്തതാണ് വോൺ ന്യൂമാൻ മോഡൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വോൺ ന്യൂമാൻ തൻ്റെ കൃഷിയിടത്തിലെ കൃഷിഭൂമിയുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള തൻ്റെ അടിസ്ഥാനമായിട്ടുള്ള നിരീക്ഷണങ്ങളെയൊക്കെ തന്നെ ഒരു മാതൃകയായിട്ട് സൃഷ്ടിക്കുകയും 1826 തൻ്റെ ദി ഐസൊലേറ്റഡ് സ്റ്റേറ്റ് എന്നുള്ള പുസ്തകത്തിൽ ഈ കണ്ടെത്തലുകളൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതായത് The model assumes a hypothetical country with a uniform soil and climatic conditions and only one central city. അതായത് മണ്ണും കാലാവസ്ഥയുമുള്ള ഒരു സാങ്കല്പിക രാജ്യം മാത്രമാണ് ഈ ഒരു മാതൃക അനുമാനിക്കുന്നത്. അതായത് നഗരം എന്നുള്ള രീതിയിലാണ് അത് എടുക്കുന്നത്. ബാഹ്യ സ്വാധീനങ്ങളില്ലാതെ മനുഷ്യൻ്റെ ഭൂവിനിയോഗം പഠിക്കാൻ വേണ്ടി വോൺ ന്യൂമാൻ അടിസ്ഥാനപരമായിട്ട് ഒരു നിയന്ത്രിത അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. അതായത് വോൺ ന്യൂമാൻ എസെൻഷ്യലി ക്രിയേറ്റഡ് എ കൺട്രോൾഡ് എൻവയോൺമെൻറ്റ് ടു സ്റ്റഡി ഹ്യൂമൻ ലാൻഡ് യൂസ് വിത്തൗട്ട് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്. ഭൂമിയുടെ വിലയും കമ്പോളത്തിലേക്കുള്ള ഗതാഗത ചെലവും തമ്മിലുള്ള ബന്ധമാണ് കൃഷിഭൂമിയുടെ ഉപയോഗം നിർണ്ണയിക്കുന്നത് എന്ന് അദ്ദേഹം അനുമാനിക്കുന്നു. അതായത് ഭൂമിയുടെ ഒരു ലാൻഡിൻ്റെ വിലയും മാർക്കറ്റിലേക്കുള്ള ആ ട്രാൻസ്പോർട്ടേഷൻ്റെ ചിലവും തമ്മിലുള്ള ബന്ധമാണ് ആ ഒരു കൃഷിഭൂമിയുടെ ഉപയോഗം നിർണ്ണയിക്കുന്നത്. ദ ലാൻഡ് കോസ്റ്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ടു ദ മാർക്കറ്റ് ദാറ്റ് ഡിറ്റർമൈൻ ദ അഗ്രികൾച്ചർ ലാൻഡ് യൂസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി കുറച്ചുകൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വോൺ ന്യൂമാൻ മോഡൽ എന്ന് മനസ്സിലാവും. ഇതിൻ്റെ ഒരു പ്രധാന ആശയം അല്ലെങ്കിൽ കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഭൂമിയിൽ നടത്തുന്ന കാർഷിക പ്രവർത്തനത്തിൻ്റെ തരം അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ നടത്തുന്ന എന്തെങ്കിലും ഒരു കൃഷി അതിനെ നിർണ്ണയിക്കുന്നത് മാർക്കറ്റിൽ നിന്നുള്ള ദൂരവും ഈ കാർഷിക വിൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ചെലവും അനുസരിച്ചിട്ടാണ് എന്നാണ് മോഡൽ പറയുന്നത്. അതായത് ഒരു ക്ഷീരകൃഷി, അതായത് നമ്മൾ എന്താണ് പറയുക, ഈ ഡയറി ഫാമിംഗ്, മാർക്കറ്റ് ഗാർഡനിങ് തുടങ്ങിയ പോലുള്ള കാര്യങ്ങൾ, അതായത് ഇതൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഡയറി ഫാമിങ്ങിൽ പറയുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളത്, അതായത് വളരെ പെട്ടെന്ന് മാർക്കറ്റിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇതിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗതാഗത ചെലവ് കുറയ്ക്കുന്നതും അല്ലെങ്കിൽ ഗതാഗത ചെലവ് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കാർഷിക പ്രവർത്തനത്തിൻ്റെ തരം നിർണ്ണയിക്കുന്നത് എന്നാണ് പറയുന്നത്. The type of agricultural activity conducted on a piece of land is determined by its distance from the central city and the cost of transporting agricultural product to the market. ഇനി ഇതിൻ്റെ ഓർഗനൈസേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത കാർഷിക പ്രവർത്തനങ്ങൾ സെൻട്രൽ സിറ്റിക്ക് ചുറ്റുമുള്ള ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള വളയങ്ങളിലാണ് സംഘടിപ്പിക്കുന്നതെന്ന് മാതൃക സൂചിപ്പിക്കുന്നു. അതായത് നമ്മുടെ ടെക്സ്റ്റിൽ അതിൻ്റെ പിക്ചർ ഉണ്ട്. ആ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൽ പറയുന്നതെന്ന്. അതായത് ഒരു സിറ്റിക്ക് ചുറ്റുമാണ് ഇതിൽ നടക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സെൻട്രൽ സിറ്റി ഉണ്ടാവും. ആ സെൻട്രൽ സിറ്റിക്ക് ചുറ്റും ഇൻറ്റൻസീവ് ഫാമിംഗ് ആൻഡ് ഡയറിങ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാം. അതിന് ചുറ്റും ചിലപ്പോൾ ഫോറസ്റ്റ് ആയിരിക്കാം. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസിംഗ്ലി എക്സ്റ്റെൻസീവ് ഫീൽഡ് ക്രോപ്പുകളായിരിക്കും. അതുപോലെ തന്നെ അനിമൽ പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കും ഏറ്റവും അവസാനം വരുന്നത്. അതായത് ഏറ്റവും ആദ്യം കിടക്കുന്ന എന്തായിരിക്കും, പെട്ടെന്ന് കേടുവന്നു പോകുന്ന സാധനങ്ങൾ പെട്ടെന്ന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് അവിടെ എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെയും കുറച്ചുകൂടി വരുമ്പോൾ അത്രയും കുഴപ്പമില്ല, എന്നാലും പെട്ടെന്ന് തന്നെ എത്തിക്കേണ്ട കാര്യങ്ങൾ വരും. അതിനുശേഷം ഒരു ഫോറസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ കുറച്ച് ടൈം കാലെടുത്തിട്ട് എത്തിയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന പ്രൊഡക്റ്റുകളായിരിക്കാം അവിടെ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാർഷിക ഭൂവിനിയോഗം വിശദീകരിക്കുന്നതിനാണ് ഈ ഒരു മാതൃക ആദ്യം വികസിപ്പിച്ചത്. അതായത് while the model
was initially developed to explain agricultural land use. It has been applied to various other fields including urban planning, transportation, logistics and regional economics to understand special organization and resource allocation. അതായത് നമ്മൾ പറഞ്ഞ പോലെ കാർഷിക ഭൂവിനിയോഗം, അതായത് ലാൻഡിൻ്റെ യൂസ് അല്ലെങ്കിൽ ലാൻഡിൻ്റെ ഉപയോഗം അഗ്രികൾച്ചറിൽ എങ്ങനെ വിശദീകരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വോൺ ന്യൂനൻ്റെ മാതൃക കൊണ്ടുവന്നത് എങ്കിലും അതിനുശേഷം സ്ഥലപരമായിട്ടുള്ള ഒരുപാട് ഓർഗനൈസേഷൻസും റിസോഴ്സ് അലോക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നഗര ആസൂത്രണം, അതായത് അർബൻ പ്ലാനിങ്ങിനും ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ്, അതായത് ഗതാഗത ലോജിസ്റ്റിക്സ്, പ്രാദേശിക സാമ്പത്തിക ശാസ്ത്രം എന്നിവയുള്ള മറ്റ് വിവിധ മേഖലകളൊക്കെ തന്നെ ഇത് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് വോൺ ന്യൂനൻ മോഡൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കളിയായിട്ട് ഒരു ഗെയിമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് തൻ്റെ കൃഷിഭൂമിയിൽ എന്ത് കൃഷി ചെയ്യണമെന്ന് കർഷകർ തീരുമാനിക്കുന്നത്, ഇതാണ് വോൺ ന്യൂനൻ മോഡലിൽ പറയുന്നത്. അതായത് വളരെ കാലം മുൻപ് ജോഹൻ ഹെൻറിച്ച് വോൺ ന്യൂനൻ എന്ന മനുഷ്യനാണിത് സൃഷ്ടിച്ചത് നമുക്ക് പറയാം. ഒരു വലിയ നഗരം മാത്രമുള്ള ഒരു രാജ്യം അദ്ദേഹം സങ്കല്പിക്കുകയും നഗരത്തിൽ നിന്ന് എത്ര ദൂരെയാണെന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് കർഷകർ വ്യത്യസ്തമായിട്ട് കൃഷി ചെയ്യുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതായത് ഒരു നഗരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബിഗ് സിറ്റി ആയിട്ട് എടുത്തിട്ട് ആ സിറ്റീനെ സെൻറ്റർ ചെയ്തിട്ട് അതിൽ നിന്നും മറ്റും പല പല രീതിയിലേക്ക് ലെയേഴ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദൂരെയാണ് ആ നഗരത്തിൽ നിന്ന് എന്ന് അടിസ്ഥാനമാക്കിയിട്ട് കർഷകർ വ്യത്യസ്തമായിട്ട് കൃഷി ചെയ്യുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അതായത് പാൽ പോലെ മറ്റ് നല്ല പെട്ടെന്ന് എളുപ്പത്തിൽ കേടാവുന്നതായിട്ടുള്ള വസ്തുക്കൾ നഗരത്തോട് വളരെ അടുത്തും മറ്റ് വസ്തുക്കൾ കുറച്ചുകൂടി പുറകിലേക്കും അവരെ കൃഷി ചെയ്യുന്നു. അതായത് ഈ പെട്ടെന്ന് നശിക്കുന്ന സാധനങ്ങൾ വളരെ വേഗം വിൽക്കാൻ വേണ്ടിയിട്ട് ആണ് അവർ ഇത്രയും അടുത്ത് നിൽക്കുന്നത്. ഇതാണ് ഇതിൽ പറയുന്നത് ഏറ്റവും എളുപ്പമായിട്ട്.